എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ആഗസ്റ്റ് മാസമായി, ഇപ്പോൾ ജൂലൈ ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു മാസത്തേക്ക് വേണ്ട പർച്ചേസ് നമ്മൾ ഒന്നിച്ചൊരു മാസത്തിന് ഞങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ടതൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ്. പിന്നെ നല്ല സ്പെഷ്യലായിട്ട് ഗോതമ്പിൻ്റെ രാവിലെ നമ്മളെ നൂൽപുട്ട് അതുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ ചേർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിൽ കുതിർത്തത്, പിന്നെ കറിക്കുള്ള മറ്റു കഷ്ണങ്ങൾ ഇതൊക്കെ നുറുക്കട്ടെ. നമ്മൾ നല്ലൊരു മസാലക്കറിയാണ്, അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ കറി ഇവിടെ റെഡിയായി. ഇത് നമുക്ക് ഉച്ചയ്ക്ക് ഊണിനുള്ള കറി കൂടിയാണ്, അതിന് കൂടി വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിനി ഗോതമ്പിൻ്റെ നൂൽപുട്ട് ഉണ്ടാക്കാം. അത് കുഴച്ച് വെച്ച് ഇവിടെ ഉണ്ട്. ഇനി നമുക്കൊന്ന് അങ്ങനെ പീച്ച് നോക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ചെറുതാണ്, ചെറിയ നൂൽപുട്ടാണ്. അപ്പോൾ ഇനി അത് അങ്ങനെ വേവട്ടെ. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ ഗോതമ്പിൻ്റെ നൂൽപുട്ട് ഒക്കെ വെന്തിട്ടുണ്ട്. നൂൽപുട്ടിൻ്റെ മുകളിൽ പിന്നെ ഞങ്ങൾ തേങ്ങ ചിരകിയത് ഇടാഞ്ഞത് എന്താ വെച്ചാൽ കറി ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ തേങ്ങ അത്ര മതി വെച്ചിട്ടാണ്. താഴത്ത് മാത്രം, അതായത് തട്ടിൻ്റെ താഴത്ത് മാത്രം ഇട്ടു, മുകൾ ഭാഗത്ത് ഇടാത്ത അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മൾ വെറൈറ്റി ഏതായാലും പ്രാവശ്യം നല്ല ഗംഭീര മഴ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഞാനിങ്ങനെ ഉണ്ട് അങ്ങാടിക്ക് വരുന്ന സമയത്ത് കുറച്ചൊരു കുറവുണ്ട്, അത്രയേ ഉള്ളൂ. എന്നാലും മഴ വരുന്നുണ്ട്. വേണ്ട, അതായത് ഇപ്പോൾ 2-ാം തീയതി ആയല്ലോ, ആഗസ്റ്റ്. അപ്പോൾ ഈ മാസത്തേക്ക് വേണ്ട വീട്ടു
സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് അതൊന്ന് കാണാം നമുക്ക്. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് നോക്കാം. ഇതിൽ സോപ്പ് പൊടി ഉജാല അര കിലോ. പിന്നെ നമുക്ക് ടോയ്ലറ്റ് ക്ലീനിങ്ങിന് ഹാർപ്പിക്ക്, പിന്നെ സിനോയിൽ, പിന്നെ മെഡിമിക്സ്, എനിക്കുള്ള ഡാബർ റെഡ് പേസ്റ്റ്, പിന്നെ ഒരു ചന്ദനത്തിരി സൈക്കിള്. ഇത് ഇത്രയൊക്കെയാണ് ഈ ഒരു കവറിലുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കവറിലുള്ളത് ഇതെടുക്കാം. ഇതിൽ നമുക്ക് ഇതിന് റസ്ക് എലൈറ്റിൻ്റെ, പിന്നെ ഗ്രീൻ ടീ, ഇത് പിന്നെ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ്, ഇത് എനിക്ക് കഴിക്കാനുള്ളതാണ്. അമ്മയും കഴിക്കലുണ്ട്. പിന്നെ ഇപ്പം നമുക്കിതിലുള്ളത് ഇതൊക്കെ പിന്നെ ഞാൻ കഴിക്കുന്നതാണ്. നമ്മൾ പിസ്ത, ബദാം, ഉണക്കമുന്തിരി, അതൊക്കെ കൊടുത്ത് അവിടെ കട്ടെ. പിന്നെ നമുക്ക് നല്ലെണ്ണ, പിന്നെ മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ. ഇതാണ്. പിന്നെ ഇപ്പോൾ നമുക്കിതിലുള്ളത് ഉഴുന്നുണ്ട്, പിന്നെ ഗ്രീൻ പീസ്. ഇനിയിപ്പോൾ ഇതിലുള്ളത് പിന്നെ നമുക്ക് പാൽപ്പൊടി എവരുടെ, പിന്നെ നമ്മൾ ഓട്സ്, ഇതാണ് സൂപ്പർ ഓട്സ്, ഇതാണ് വാങ്ങിയത്. അരി പിന്നെ നമ്മൾ റേഷൻ വാങ്ങാണ്ട്, ഇനി പിന്നെ കഴിയുകയാണെങ്കിൽ പിന്നെ വേറെ അരി വാങ്ങിക്കും. ഒരു 3 കിലോ, പഞ്ചസാര 1 കിലോ, പിന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതൊക്കെ ഇവിടെ ഉണ്ട്. വേറെ കുറൊക്കെ ആയില്ലേ. അപ്പോൾ കുറച്ച് പഴയത്, അതായത് കഴിഞ്ഞ മാസം വാങ്ങിയതുള്ളതൊക്കെ ഇതിൽ പാക്കറ്റ് ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലിട്ടാൽ മതി. ഇവിടെ ഇരിക്കട്ടെ. ചെറുപയർ, ഇതൊക്കെ പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം വാങ്ങിയ ആട്ട, അതായത് നമ്മുടെ റേഷൻ കടയിലത്തെ ആട്ടയാണ്, നല്ല ആട്ടയാണ്. ഇതൊന്ന് പൊട്ടിച്ചെടുട്ടെ, അവിടെ എടുത്ത് വെച്ചതായിരുന്നു. ഇന്നിപ്പോൾ ഇനി നമുക്ക് ഇതേ ഉള്ളൂ പണി. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞിട്ട് നല്ല നാടൻ വഴുതന, നമ്മളവിടെ തന്നെയുള്ള ആ സൈഡിലുള്ളതാണ്. പിന്നെ ഒരു പാവയ്ക്ക്, ഇനി ഇതുകൊണ്ടൊരു മെഴുക്കുവരട്ടി, നല്ല നാടൻ വഴുതന. അപ്പോൾ നമ്മളിതാ കഷ്ണങ്ങൾ ഇതൊന്നുകൊണ്ട് അരിയരി, അല്ലേ നല്ല ഉഷാറാണ്. ഇങ്ങനെ ഇട്ടാ പറയാം. ഇനിയിപ്പോൾ നമുക്ക് വേവിച്ചെടുത്ത് മെഴുക്ക് തുളിക്കണം. അപ്പോൾ മെഴുക്കുവരട്ടി പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കാര്യമുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കറി രാവിലത്തെ കറി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളൊന്നും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.